ഇനി എങ്ങനെയാണ് നമുക്കൊരു CBTയിലെ ടൂൾസുകൾ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് കേട്ടിട്ടുണ്ടാകും ഡിപ്രഷൻ എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പലതരത്തിലുള്ള ഡിപ്രസീവായിട്ടുള്ള അവസ്ഥക്കും നമുക്ക് ബാധിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ സിംറ്റംസുകളുമുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഡിപ്രഷൻ സിംറ്റംസുകൾ പറയും മൂഡ് കുറയുന്നു, അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യാനൊന്നും പറ്റുന്നില്ല, പ്രഷറായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ലതാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഈ ഒരു ഡിപ്രസീവായിട്ടുള്ള അവസ്ഥ ഉള്ള ആളുകൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് എന്താ, മൂഡ് വരുന്ന സമയത്ത് ആക്ടിവിറ്റി ചെയ്യാം എന്നുള്ളത്. പക്ഷേങ്കിൽ ഈ ഒരു മാറ്റത്തെ, ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ CBTയിലൂടെ മറ്റൊരു തരത്തിലേക്ക് വരുന്നു. ആക്ടിവിറ്റിയിലൂടെ മൂഡ് മാറ്റാം എന്നുള്ളത്. ഈ ഒരു ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾസാണ് ബിഹേവിയർ ആക്ടിവേഷൻ എന്ന് പറയും. ഡിപ്രസീവായിട്ടുള്ള ആളുകളെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവരുടെ ആ ഒരു അവസ്ഥയിൽ നിന്നും കുറച്ച് ആക്ടിവിറ്റീസിലൂടെ നല്ലൊരു വെൽനെസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുക, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മുമ്പ് അവർ ഏതൊക്കെ രീതിയിലാണ് അവരെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്, അത് റീഷെഡ്യൂൾ ചെയ്തിട്ട് ആക്ടിവിറ്റീസ്, മോണിറ്ററിങ്സ്, അതേപോലെ ഇമോഷൻ ചെക്കിങ്, ഈ ഒരു രീതിയിലേക്കാണ് ബിഹേവിയർ ആക്ടിവേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്.